ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ടീനേജ് ഗേൾസിനുണ്ടാവുന്ന ബ്ലീഡിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. മെൻസസ്, മെൻസ്ട്രൽ സൈക്കിൾ, പീരിയഡ്സ്, ആർത്തവം, മാസമുറ, മെൻസസ്, അങ്ങനെ പല പേരുകളിൽ അത് അറിയപ്പെടും. എന്തു തന്നെയായാലും ഇതിനെ ഇങ്ങനെ ആദ്യമായിട്ട് ബ്ലീഡിങ് വരുന്നതിനെ നമ്മൾ മെനാർക്ക് എന്നാണ് പറയുക. മെനാർക്ക് അവസാനം മെൻസസ് 45-50 വയസ്സിൽ നിൽക്കുന്നതിനെ നമ്മൾ മെനാപ്പോസ് എന്നും പറയും. എന്ത് തന്നെയായാലും ഫസ്റ്റ് ബ്ലീഡിങ് ഉണ്ടാവുമ്പോൾ നമ്മൾ എപ്പോഴാണ് അത് ഉണ്ടാവുക എന്നാണ് ആദ്യം നോക്കേണ്ടത്. അത് ഉണ്ടാവുക 12 വയസ്സ് മിനിമം, 16 വയസ്സ് മാക്സിമം. 12 to 16 ഇയർ ഓൾഡ് ഗേൾസിലാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ 12 വയസ്സിന് മുമ്പ് ഉണ്ടായാലോ, അപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുന്നത് നല്ലതാണ്. കാരണം അതിനെ നമ്മൾ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി എന്നൊക്കെ പറയും. 16 വയസ്സായിട്ട് നിങ്ങളുടെ കുട്ടിക്ക് ഗേളിന് ബ്ലീഡിങ് ഇല്ല എന്ന് വിചാരിച്ചോ, ഇറ്റ് ഈസ് ആൾസോ എ കണ്ടീഷൻ ദാറ്റ് ഹാസ് ടു ബി കൺസൾട്ടഡ് ബൈ ഗൈനക്കോളജിസ്റ്റ്. ഈ മെൻസസ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കുട്ടി ആദ്യമായിട്ട് ഉണ്ടാകുമ്പോൾ ഷീ മേ ബി ഇൻ പാനിക്, വളരെയധികം പേടിച്ചിട്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കുട്ടി എന്താ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ നിങ്ങളുടെ കുട്ടി പറയും അടിവയറ്റിൽ ഭയങ്കര വേദന, ക്രാമ്പി പെയിൻ ഇൻ ദ ലോവർ അബ്ഡമൻ എന്ന് പറഞ്ഞാൽ അടിവയറ്റിൽ ഭയങ്കരമായിട്ട് വേദന, പോരാത്തതിന് നമ്മുടെ പ്രൈവറ്റ് പാർട്ട്, സ്വകാര്യ ഭാഗത്തു കൂടി ബ്ലീഡിങ്ങും കൂടി വരും. അപ്പോൾ ഇതാണ് നമ്മൾ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ കുട്ടിയോട് പ്രതികരിക്കണം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അങ്ങനെ മെൻസസ് വന്ന കുട്ടിക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഡോണ്ട് വറി, ബേജാറാവേണ്ട ആവശ്യമില്ല, ഇറ്റ്സ് നാച്ചുറൽ, അത് സാധാരണ പ്രകൃതിയിലുള്ള ഒരു കാര്യമാണ്. നത്തിങ് ഇംപ്യൂർ, അത് വലിയ അശുദ്ധമോ അല്ലെങ്കിൽ വൃത്തികേടോ ഒന്നുമല്ല. നമ്മൾ അവരെ മനസ്സിലാക്കണം, നമ്മളെ ഹെൽപ്പ് ചെയ്യണം. എങ്ങനെ നമ്മൾ അവരോട് കൈൻഡ് ആവണം, ദയ കാണിക്കണം. എന്നിട്ട് നമ്മൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, നമുക്ക് അവർക്ക് വേണമെങ്കിൽ സാനിറ്ററി നാപ്കിൻ വാങ്ങി കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. മാത്രമല്ല അവരോട് പറയും ഇത് കുറച്ച് ദിവസമേ ഉണ്ടാവുള്ളൂ, അറൗണ്ട് 5 ഡേയ്സേ ഉണ്ടാവുള്ളൂ. അറൗണ്ട് 5 ഡേയ്സ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി മിനിമം 2 ഡേ, മാക്സിമം 7 ഡേ, കുറഞ്ഞത് 2 ദിവസം, മാക്സിമം 7 ദിവസം. അതിനുള്ളിൽ അത് മാറുമെന്നും കുട്ടികളോട് ശരിക്കും പറഞ്ഞു കൊടുക്കുകയും പീരിയഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുകയും അത് മാസമൊക്കെ കൃത്യമായിട്ട് നോക്കുകയും ഒക്കെ കുട്ടീനെ സ്വയം പര്യാപ്തമാക്കിയാൽ വളരെ നല്ലത്. ടീനേജിലെത്തിയ ആദ്യമായി മെൻസസ് വന്നൊരു കുട്ടിയോട് നമുക്ക് പറഞ്ഞു കൊടുക്കണം, ഇതുവരെ നീ ഒരു കുട്ടിയായിരുന്നു, ഇപ്പോൾ കുട്ടിത്ത മാറിയിട്ട് ഒരു അഡൾട്ട് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. പറഞ്ഞു കൊടുക്കുക. നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കുക, അതിൻ്റെ ഒരു ഭാഗമാണ് ഈ മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞു കൊടുക്കുക. ബാക്കിയുള്ള എന്തൊക്കെ ചേഞ്ച് നമ്മൾ കുട്ടിയോട് ചോദിച്ചാൽ കുട്ടിക്ക് അറിയാം. പല സ്ഥലത്തും ഹെയർസ് വന്നിരിക്കും, ആക്സിലറി, നമ്മുടെ തൊക്കിൽ ഹെയർ, നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ ഹെയർ, അവിടെയൊക്കെ ആയിട്ട് ഹെയർ വന്നിരിക്കും, സൗണ്ട് മാറ്റം ഉണ്ടാവും, മുഖത്ത് ആക്നി എന്ന് പറഞ്ഞാൽ മുഖക്കുരു ഉണ്ടായിരിക്കും, എന്നതിനൊക്കെ പുറമായിട്ട് ബ്രസ്റ്റ് എൻലാർജ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെയാണ് ഈ പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാവുന്നതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ചൈൽഡ്ഹുഡ് മാറിയിട്ട് അഡൾട്ട്ഹുഡിലാക്കിയത്, അതായത് റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക്, പ്രത്യുൽപാദന ശേഷിയുള്ള ഒരു ജീവിതത്തിൻ്റെ ഘട്ടത്തിലേക്ക് മാറിയിട്ടുണ്ടെന്ന് കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആദ്യമായിട്ട് മെൻസസ് വന്ന കുട്ടി നിങ്ങളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത് ചോദിച്ചാൽ, സ്ത്രീകൾക്കൊരു ഹോർമോൺ ഉണ്ട്, ഈസ്ട്രോജൻ. അതുണ്ടാക്കുന്നത് സ്ത്രീകളുടെ അണ്ഡാശയമാണ്. അപ്പോൾ എന്താ അണ്ഡാശയം? ഓവറി എന്ന് പറയുന്ന സാധനം. അതെന്താണെന്ന് ചോദിച്ചാൽ ആണുങ്ങളിൽ വൃഷ്ണം എന്ന് പറയുന്ന സാധനമുള്ള പുറത്തുള്ള പോലെ സ്ത്രീകളിൽ അണ്ഡാശയം, ഓവറി എന്നുള്ളത് അവരുടെ വയറ്റിനകത്തുണ്ട്. ഇത് ഈസ്ട്രോജൻ എന്ന ഹോർമോൺ, സ്ത്രീത്വത്തിൻ്റെ ഹോർമോണായിട്ടുള്ള ഈസ്ട്രോജൻ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുട്ടിയിൽ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഓവർ പ്രൊഡക്ഷൻ ഓഫ് ഈസ്ട്രോജൻ. ഈ ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേറെ കുറേ ഹോർമോൺസ് റീസണാണ്. FSH, LH, അതേപോലെ GnRH പോലുള്ള ഹോർമോൺസാണ് ഈ ഈസ്ട്രോജനെ നിയന്ത്രിക്കുന്നത്. എങ്ങനെ ഇരുന്നാലും ഇതിൻ്റെ ചേഞ്ചാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെ ഈസ്ട്രോജനൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ കുട്ടിയുടെ യൂട്രസിൻ്റെ ഉൾവശത്തെ നമ്മൾ എൻഡോമെട്രിയം എന്ന് പറയും. എൻഡോമെട്രിയം ഇവിടെയാണ് നമ്മൾ ശരിക്കും ഒരു കുട്ടി വളരുന്നത്. യൂട്രസിൻ്റെ ഉൾവശത്തിന് നമ്മൾ എന്താ പറയുക, എൻഡോമെട്രിയം. അവിടെയാണ് ഒരു കുട്ടി വളരുന്നത്. ഇവിടെ ശരിക്കും ബീജസങ്കലനം നടന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ എൻഡോമെട്രിയം കംപ്ലീറ്റ്, അതിൽ നിന്നുണ്ട് രക്തക്കൊയിലുണ്ട്, രക്തമുണ്ട്, പിന്നെ എൻഡോമെട്രിയൽ ടിഷ്യൂ, എൻഡോമെട്രിയത്തിൻ്റെ പല ഭാഗങ്ങളുണ്ട്. ഇതെല്ലാം പൊട്ടി നമ്മുടെ പ്രൈവറ്റ് പാർട്സിലൂടെ വരുന്നതാണ് മെൻസസ്. അപ്പോൾ എന്താ മെൻസസ്? കാര്യമായിട്ട് ബ്ലഡാണുള്ളത്. എത്ര ml ബ്ലഡാന്ന് ചോദിച്ചാൽ അറൗണ്ട് 50 ml ബ്ലഡ് ഈ 5 ഡേയ്സിൻ്റെ ഉള്ളിൽ പോരും. ഓക്കെ, അതാണ് മെൻസസ്ട്രേഷൻ. അപ്പോൾ ഹോർമോൺ കൂടിയിട്ട് ബീജസങ്കലനം നടന്നിട്ടില്ലെങ്കിൽ, ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ എൻഡോമെട്രിയം എന്ന് പറയുന്ന യൂട്രസിൻ്റെ ഉൾവശം ഇളകി പോരുന്നതാണ് എന്ത്, ബ്ലീഡിങ്, മെൻസസ് എന്നൊക്കെ പറയുന്ന സാധനം. ഇനി ഞാൻ കുറച്ച് പീരിയഡ്സ് പറഞ്ഞു തരാം. അതായത് 23 to 35 മിനിമം ഈ പീരിയഡ്സിൻ്റെ ലെങ്ത് എത്രയായിരിക്കും എന്ന് വെച്ചാൽ 23 ദിവസമായിരിക്കും, മാക്സിമം 35. അതായത് ആവറേജ് നമുക്കൊരു 28 ഡേയ്സ് എടുക്കാം. അപ്പം മിനിമം 23, മാക്സിമം 35 ഡേയ്സിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് മെൻസ്ട്രേഷൻ വരാൻ ടൈം എടുക്കുമെങ്കിൽ അത് വേറെ പ്രോബ്ലമാണ്. നമ്മൾ മറ്റൊരു വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യും. 23 ദിവസത്തിൻ്റെ താഴെ തന്നെ വീണ്ടും മെൻസ്ട്രേഷൻ വരികയാണെങ്കിൽ അതും ഒരു പ്രോബ്ലമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല 50, അത്
60 ml മിനിമം ഉണ്ടാവും. അതിനേക്കാൾ കൂടിയതിനു ശേഷം ഒരു മെൻസ്ട്രേഷനിൽ 60 ml കൂടുതൽ ബ്ലഡ് ലോസ് ഉണ്ടായി, അതും ഒരു പ്രോബ്ലമാണ്. അത് നമ്മൾ വേറെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ 2 to 7 ഡേയ്സ് ആണ് ഉണ്ടാവുമെന്ന് പറഞ്ഞത്, അറൗണ്ട് 5 ഡേയ്സ്, 2 to 7 ഡേയ്സ് ആണല്ലോ, അതിനേക്കാൾ കൂടുതൽ ദിവസം നിലനിന്നാലും അതൊരു പ്രോബ്ലമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് 12 വയസ്സ് മുതൽ 16 വയസ്സ് വരെയാണ് കുട്ടികളിൽ മെനാർക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെൻസ്ട്രേഷൻ ഉണ്ടാവുന്നത്. അതല്ലാതെ നിൽക്കുമ്പോഴും അതൊരു പ്രോബ്ലമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഈ വീഡിയോ കഴിഞ്ഞിട്ടില്ല, ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇനിയും വരും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.